ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെടികൾക്ക് നല്ലൊരു പോട്ടിംഗ് മിക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. ഈ ഒരു പോട്ടിംഗ് മിക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പച്ചക്കറികൾക്കും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാ തരത്തിലുള്ള ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പോട്ടിംഗ് മിക്സാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാതെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം അതുപോലെ വേണ്ടിയത് മാത്രം കിട്ടിയതിന് ശേഷം ബാക്കി അത് നല്ലപോലെ ഡ്രെയിനായി പോകും. കാരണം വെള്ളം ഒട്ടും കെട്ടിക്കിടക്കാൻ ഇടയാകരുത്. അന്നേരം അത്തരത്തിൽ ഉള്ള ഒരു പോട്ടിംഗ് സോയിലാണ് ഇത്. അത് മാത്രമല്ല നല്ലപോലെ എയറേഷൻ നടക്കണം ചെടികളുടെ വേരിന്. എന്നാൽ മാത്രമേ അതിൻ്റെ വേര് നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയ ഒരു പോട്ടിംഗ് മിക്സാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാം. ആദ്യം തന്നെ എടുത്തേക്കുന്നത് നമ്മുടെ ടോപ്പ് സോയിലാണ്. നമ്മൾ മുകൾ മണ്ണാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു കംപ്ലീറ്റ് ന്യൂട്രിയൻസ് ചെടികൾക്ക് വേണ്ടിയതൊക്കെയും ഈ ഒരു മണ്ണിലുണ്ട്. അതായത് ഇതാണ് നല്ല സമ്പുഷ്ടമായ മണ്ണ്. ഇതിൽ ഞാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇലകളൊക്കെ കമ്പോസ്റ്റായി ചേർന്നതും എല്ലാ വളങ്ങളും അഴുകി ചേർന്ന ഒരു മണ്ണാണ് നമ്മുടെ ഈ ടോപ്പ് സോയിൽ എന്ന് പറയുന്നത്. അതായത് മുകൾ മണ്ണെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നല്ല ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ പുല്ലുകളുണ്ട്. അതായത് പുല്ലുകളുടെ വേരും ഇതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് വളമായിട്ട് തീരും. കാരണം പച്ചിലകളൊക്കെ ആണെങ്കിൽ അത് അതിൽ കിടന്നാലും കുഴപ്പമില്ല, അത് അഴുകി ആ ചെടിക്ക് തന്നെ വളമായിട്ട് തീരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മണ്ണെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വലിയ കല്ലുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കളയുക. ചെറിയ കുഞ്ഞു ചരൽ പോലുള്ളതൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. അത് നമ്മുടെ ചെടികളിൽ നല്ലപോലെ വേരോട്ടം നടക്കാനും അതുപോലെ തന്നെ വെള്ളം നല്ലതുപോലെ വാർന്നു പോകാനുമൊക്കെ ഇത് സഹായിക്കുന്നതാണ്. പിന്നെ വലിയ പ്ലാസ്റ്റിക് കഷ്ണങ്ങളോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക. അപ്പോൾ ഞാനിവിടെ ആദ്യം എടുത്തേക്കുന്നത് നമ്മുടെ മുകൾ മണ്ണ് മാത്രമാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനിയും നമുക്ക് വേണ്ടിയത് ഇതുണ്ട്. ഇതുപോലുള്ള കഷ്ണങ്ങളൊക്കെ ഞാൻ അങ്ങെടുത്ത് മാറ്റാറുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോപ്പീറ്റാണ്. കൊക്കോപ്പീറ്റ് എല്ലായിടത്തും വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ കൊക്കോപ്പീറ്റ് ചേർക്കുന്നത് ചെടികൾക്ക് നല്ലതുപോലെ അതിൻ്റെ വേരിന് നല്ലപോലെ എയറേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മിക്ക ചെടികളും നമ്മൾ കാണാറുണ്ട് അതിൻ്റെ വേര് ചീഞ്ഞു പോവുക, അതിൻ്റെ ഒട്ടും അതിനങ്ങോട്ട് വളരാൻ അനുവദിക്കാത്ത ഭയങ്കര കട്ടിയായിട്ടുള്ള മണ്ണാണ് പല സ്ഥലങ്ങളിലും ഉള്ളത്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ കൊക്കോപ്പീറ്റ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു മണ്ണിൻ്റെ ഗുണത്തെപ്പറ്റി പറഞ്ഞല്ലോ. നല്ല മണ്ണാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ ആ മണ്ണിൽ തീർച്ചയായും മണ്ണിരകൾ കാണും. ഈ മണ്ണിരകൾ നമ്മൾ ചെടിച്ചട്ടിയിൽ ഇട്ടാൽ ഒരു കുഴപ്പവുമില്ല. അത് നല്ലതുപോലെ ചെടികൾക്ക് നല്ലപോലെ മണ്ണൊന്ന് ലൂസാക്കി കൊടുക്കാൻ ഈ മണ്ണിരകൾ സഹായിക്കും. അപ്പോൾ ഈ മണ്ണിൽ നാച്ചുറലായിട്ട് കിടന്നൊരു മണ്ണിരയാണ്. ഇതിന് നമുക്ക് മണ്ണിലിട്ടാലും ചെടികൾക്ക് ഒരു നാശവും വരുത്തത്തില്ല. വളരെ നല്ലതാണ് നമുക്ക് ഈ മണ്ണിരകൾ മണ്ണിൽ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ 2 കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഒന്ന് മണ്ണും അതുപോലെ തന്നെ കൊക്കോപ്പീറ്റും ചേർത്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാം. ഇത് പെർലൈറ്റ് ആണ്. അതായത് ഈ പെർലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ അതായത് നല്ലതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൽ എയറേഷൻ നടക്കാൻ ഇത് സഹായിക്കുന്നതാണ്. വേരിന് നല്ലപോലെ അതായത് മണ്ണ് ഒത്തിരി കട്ടിയാകാതെ എപ്പോഴും ലൂസായി കിടക്കും. അതുപോലെ തന്നെ നമ്മൾ ഒഴിക്കുന്ന വെള്ളം നല്ലപോലെ ഡ്രെയിനായി കെട്ടിക്കിടക്കാതിരിക്കാനും ഈ ഒരു പെർലൈറ്റ് സഹായിക്കും. ഇത് നല്ല ക്വാളിറ്റിയുള്ള പെർലൈറ്റാണ്. ഇത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും, വളക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ ഒരു പെർലൈറ്റ്. അപ്പോൾ ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണ് ഒത്തിരി നല്ലതായിരിക്കും. കാരണം ചെടികൾക്ക് വളരെ ഈസി ആയിട്ട് അതിന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് ഈ പെർലൈറ്റ് കൂടെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതും കൂടി ഒരു പിടി പെർലൈറ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ചാണകപ്പൊടി, അതായത് കൗ മാനുവർ, നമ്മുടെ കൗഡങ്ങാണ്. അതായത് നല്ലപോലെ ചാണകം നല്ലതുപോലെ ഉണക്കി പൊടിച്ച് കിട്ടിയതാണ്. ഇതാണ് നമുക്ക് ഇത് വളമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലുപൊടി ഒരു പിടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എല്ലുപൊടി ഒരു സ്ലോ റിലീസിങ് ഫെർട്ടിലൈസറാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ചെടിയുടെ ഗ്രോത്ത് വേണമെങ്കിൽ അത് കിട്ടത്തില്ല. വളരെ സ്ലോ ആയിട്ട് ഗ്രാജുവലി ആ ചെടികൾക്ക് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു വളമാണ് എല്ലുപൊടി. അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചാണകപ്പൊടി ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു സെറാമിക്കിൻ്റെ ചെറിയൊരു പോട്ടാണ്. ഇതിലേക്കാണ് നമ്മൾ ഈ ഒരു ചെടി നട്ടു കൊടുക്കാൻ പോകുന്നത്. വളരെ ഈസിയായി തന്നെ ഇങ്ങനെ നമുക്ക് എത്ര ചെടികൾ വേണമെങ്കിലും നട്ടു വെക്കാൻ പറ്റും. വളരെ നല്ല ഒരു പോട്ടിംഗ് മീഡിയമാണ് ഇപ്പോൾ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളുടെ കയ്യിൽ ഒരു പിടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക്, നീം കേക്കിൻ്റെ പൗഡർ ഫോമിലുള്ളത് കേക്ക് കിട്ടുന്നതാണ്. അത് നിങ്ങൾക്ക് വാങ്ങി ഇടുന്നത് വളരെ നല്ലത്. കാരണം ചെടികൾക്ക് സാധാരണ എസ്പെഷ്യലി നമ്മുടെ പച്ചക്കറികൾക്കുണ്ടാകുന്ന വേര് ചീയൽ, അതുപോലെ ചെടികളുടെ വേര് ചീയൽ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ ഒത്തിരി നല്ലതാണ് വേപ്പിൻ്റെ പിണ്ണാക്ക് പൊടിച്ചത്. നല്ല പൗഡർ ഫോമിലുള്ളത് കിട്ടും. അത് ഒരു പിടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്കുണ്ടാകുന്ന ഒരുമാതിരി ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, വേര് ചീയൽ അങ്ങനെ വരാതിരിക്കാൻ ഒത്തിരി നല്ലതാണ് നീം കേക്കിൻ്റെ പൗഡർ. അപ്പോൾ അത് ഒരു പിടി ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ മറ്റ് ചട്ടികളിലേക്ക് കുറച്ച് സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് നട്ടു കൊടുക്കാൻ പോവുകയാണ്, വേറൊരു പോട്ടിലേക്ക് നട്ടു കൊടുക്കാൻ പോവുകയാണ്. അതിന് ഈ ഒരു ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ നമുക്ക് ഈ ഒരു പോട്ടിംഗ് മിക്സ് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇതിലേക്ക് നട്ടു കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ മണി പ്ലാന്റ്സൊക്കെ ഈ രീതിയിൽ നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് പിടിച്ച് നല്ല രീതിയിൽ കിളിച്ച് വരുന്നത് കാണാൻ സാധിക്കും. എല്ലാവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയുടെ അവസാനമായിട്ട് ഞാൻ കാണിക്കുന്ന മണി പ്ലാന്റ് എങ്ങനെയാണ് കട്ട് ചെയ്ത് ഞാൻ ഈ ഒരു പോട്ടിംഗ് മിക്സിൽ കട്ട് ചെയ്ത് വെക്കുന്നതെന്ന് കൂടി കാണിക്കുന്നുണ്ട്. മണി പ്ലാന്റിൻ്റെ തണ്ടുകളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മണ്ണിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം കൂടെ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് നമുക്ക് ബുഷിയായിട്ട് മണി പ്ലാന്റ് നമുക്ക് പോട്ടിൽ ഇതേപോലെ കിളിപ്പിച്ചെടുക്കാൻ പറ്റും. മണി പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഓരോ നോട്ട്സിൻ്റെ അടിയിൽ നിന്നും വേരുകൾ ഇതേപോലെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഓരോ ഇലയുടെ അടിഭാഗത്ത് നിന്നും വേരുകൾ വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ചെറിയൊരു നീളമുള്ളൊരു തണ്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതേപോലെ മുറിച്ച് ചെറിയ പീസസ് ആക്കി ഇങ്ങനെ നട്ടു വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ചട്ടിയിൽ നമുക്ക് നല്ല ബുഷിയായിട്ട് മണി പ്ലാന്റ് വളർത്തിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് ഇലകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം ഇത് കണ്ട് ഇങ്ങനെ ഒരു കമ്പോട് കൂടി ഞാനതിൽ കുഴിച്ചു വെക്കാൻ പോവുകയാണ്.
ഇത്ര പെട്ടെന്നാണ് ഇത് നട്ടതല്ലേ. അപ്പോൾ എല്ലാവരും ഈ ഒരു പോട്ടി മിക്സും ഈ രീതികളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. See you next video friends.